ഹായ് ഗായ്സ്, നമുക്ക് നല്ലൊരു നാടൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായി ആദ്യം ചെറുതായി അരിഞ്ഞ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയെല്ലാം ഇതിൽ പിടിക്കാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇത് പുറത്തോട്ടെടുത്തു. അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ ഇതിൽ പിടിച്ചിരിപ്പുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇത് തട്ടി പാകത്തിന് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അതും കൂടി ഇട്ട് ഉപ്പ് വേണമെങ്കിൽ അഡീഷണൽ നമുക്കിടാം. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് ഞാൻ പ്രഷർ കുക്കറൊന്ന് മൂടി വെയിറ്റും വെച്ച് നമുക്കിതിനി ഒരു 10-13 വിസിൽ കിട്ടുന്നവരെ വേവിക്കാം. അപ്പോൾ ഞാൻ ഒരു 1000-ലാണ് ഇട്ടത്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുപ്പ് കത്തിച്ച് ഒരു പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം 1.5 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനിയെന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റി അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ മാറി സവാള നല്ല വഴണ്ടി വന്നാലേ ആ ഒരു രുചി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അടപ്പ് മാറ്റി വീണ്ടും ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തക്കാളി ഇടുന്നില്ല, കാരണം തക്കാളി അത്യാവശ്യം പുളിയല്ലേ. അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ചെറിയൊരു മധുരവും കിട്ടും. അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അതൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറുന്ന വരെ വെക്കാം. ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ മസാല ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതിൽ കുറച്ചൊക്കെ ഇട്ടാൽ മതിയാവും. എന്നിട്ട് ഞാൻ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് തട്ടി കൊടുക്കുകയാണ്. ആ സ്റ്റോക്കോട് കൂടി ഇതിലോട്ട് തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മെയിൻ രുചി എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മൾ മുളക് പൊടി മാത്രമല്ല ഇതിലിടേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നി ഉപ്പിട്ട് കൊടുത്തു. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് മാത്രം ഇടുക, കൂടി പോകരുത്. അപ്പോൾ കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് എരി കുറവ് തോന്നി എനിക്ക്, അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ശേഷം മല്ലിയില, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടെ ഒന്ന് ചെറുതായി അരിഞ്ഞതിട്ട് മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ അരപ്പൊക്കെ ഇപ്പോൾ ആ ബീഫിൽ പിടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. അതാ ഇപ്പോൾ കണ്ട നല്ല കുറുകിയ ആ ഒരു പരുവായി, റോസ്റ്റിൻ്റെ ആ ഒരു പരുവായി കാണുമ്പോൾ തന്നെ നാവിൽ കൊതി കയറും. ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ ബീഫ് റോസ്റ്റ് കഴിച്ചത്. നല്ല ചൂട്, അപാര ടേസ്റ്റ്.